എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ഭാര്യയ്ക്ക് 14 വർഷമായി ശമ്പളം ലഭിക്കാത്ത മനോവേദനയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ PA അനിൽകുമാർ, സൂപ്രണ്ട് ഫിറോസ്, സെക്ഷൻ ക്ലർക്ക് ബിനി ആർ എന്നിവർക്കെതിരെയാണ് നടപടി. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത്. ഉമേഷ്, നേരത്തെ ഈ DD ഓഫീസിൽ ഉൾപ്പെടെ വീഴ്ചയില്ല എന്നൊരു വിശദീകരണം പുറത്തു വന്നതാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നടപടി സംബന്ധിച്ച് വിശദീകരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ഉമേഷ്? എന്തായാലും ഉന്മേഷ്, വളരെ മാതൃകാപരമായ ഒരു നടപടി വളരെ വേഗത്തിൽ എടുത്തിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി അല്പം മുൻപ്, അതായത് ഉച്ചയോടുകൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. വൈകിട്ട് 5 മണിക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് നൽകണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അടക്കമുള്ളവർ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത്. പക്ഷേ DGയുടെ റിപ്പോർട്ട് അങ്ങനെയായിരുന്നില്ല. DGയുടെ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്നുള്ളത് തന്നെയായിരുന്നു. ഇത്തരത്തിൽ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും മുൻകാല പ്രാബല്യത്തിൽ 3 മാസത്തിനകം കൃത്യമായി ശമ്പളം നൽകണമെന്നുള്ള നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലെ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സൂപ്രണ്ട് ക്ലർക്കായ PA അനിൽകുമാർ, ഒപ്പം സൂപ്രണ്ട് ഫിറോസ്, കൂടാതെ സെക്ഷൻ ക്ലർക്ക് ബീന എന്നിവരാണ് സസ്പെൻഷൻ നടപടി നേരിട്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഇത് എയ്ഡഡ് സ്കൂളാണ്. അതുകൊണ്ട് തന്നെ എയ്ഡഡ് സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി എടുക്കണമെന്നുള്ള നിർദ്ദേശം മാനേജ്മെന്റാണ് നൽകേണ്ടത്. അങ്ങനെ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള നിർദ്ദേശം മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട്. അത് നിശ്ചിത കാലയളവിൽ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി എടുത്തില്ല എങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ട് നടപടി എടുക്കാനും കഴിയും. ഉന്മേഷ്, ശരി, ഏതായാലും ഇപ്പോൾ നടപടി വന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി.